അപ്പം ഞാനാണെച്ച് ഇപ്പം നമ്മുടെ ക്രിമിനൽ ബണ്ടിലൊക്കെ എല്ലാവരും റിട്ടേൺ ഒക്കെ കുറേ വട്ടം കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറയുന്നത് പക്ക കോളനിയും കൂടി ആയ കാരണം അധികം ആൾക്കാർ എന്നിട്ട് കളിക്കണം നമ്മൾ കാണാറില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിട്ടൊന്ന് കളിച്ച് നോക്കാമെന്നൊക്കെ വെച്ചാൽ നമ്മളെന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ഒരു ക്രിമിനൽ ബണ്ടിലൊക്കെ ഇട്ട് ഒരു സോളോ വേഴ്സസ് കോഡൊക്കെ ബിയർ മാച്ചൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ട് പീക്കിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ ക്രിമിനലൊക്കെ ഇട്ടതിൽ അങ്ങ് മാസമായിട്ട് കുറേ ദിവസത്തിന് ശേഷം ഒരു കളി കളിക്കുക. അത് നമുക്ക് എങ്ങനെയും ബൂയ തന്നെ അടിക്കണം. സോളോ വേഴ്സസ് കോഡാണ്, എങ്ങനെയാണ് നമ്മൾ കളി ബൂയ അടിച്ചിട്ട് പോകുന്ന ഒരു ലക്ഷ്യത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമിന് നമ്മുടെ പീക്കെന്ന് പറഞ്ഞാൽ നമ്മൾ 2 കില്ലൊക്കെ അങ്ങ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വന്നപ്പോഴാണ് ഒരു പ്ലെയർ ആണിച്ച് ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വിഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ ഗണ്ണിലാണിച്ച് ആ പ്ലെയറിന് ഹെഡൊക്കെ അടിച്ചിട്ടാണിച്ച് പ്ലെയറിനെ അടിച്ച് നോക്കാക്കി ഫിനിഷൊക്കെ ആക്കിയായിരുന്നു. പിന്നെ എൻ്റെ ടീമേറ്റ് തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലെയറിനെ സ്പോട്ട് ആക്കിയായിരുന്നു. അപ്പോൾ തന്നെ ആ പ്ലെയർക്കും വിഞ്ചസ്റ്റർ വെച്ചിട്ടാണ് ഒരു 1 ടൈപ്പ് ഒക്കെ അടിച്ചിട്ടാണ് നോക്കൊക്കെ ആക്കിയിട്ടാണ് അതുകൊണ്ട് ഫിനിഷൊക്കെ ആക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ കുറേ അധികം മച്ചന്മാർ കണ്ടിട്ട് സബ്സ്ക്രൈബ് അടിക്കേണ്ടതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ മച്ചന്മാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 10K ഒക്കെ അടിക്കുക. അപ്പോൾ എല്ലാ മച്ചന്മാരും സബ്സ്ക്രൈബ് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മുടെ കണ്ടന്റ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞ് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബബിൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വേറെ പ്ലെയർ ആണ് പറഞ്ഞിട്ട് തലങ്ങ് സ്കോപ്പ് ചെയ്യേണ്ടത്. ഭാഗ്യം എന്തോ ഭാഗ്യത്തിൽ നമ്മൾ ആ പ്ലെയറെ സ്പോട്ട് ചെയ്തത്. കാരണം ആ പ്ലെയറിനെ അത് തലയൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് ആ പ്ലെയർ അങ്ങ് ഫിനിഷൊക്കെ ആക്കിയായിരുന്നു. പിന്നെ അതൊക്കെ വിമാസ് ട്രിപ്പ് വന്നപ്പോഴാണ് വേറെ പ്ലെയറിനെ സ്പോട്ട് ആക്കിയായിരുന്നു. അപ്പോൾ ആ പ്ലെയറിന് കുറേ ഡാമേജ് ഒക്കെ കിട്ടി. പിന്നെ നോക്കി ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കിയിട്ടാണ് അതും അങ്ങ് ഫിനിഷൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ മിക്ക മാച്ചിൽ എന്ന് പറഞ്ഞാൽ ഓരോരോ കാലമാടന്മാരെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഒക്കെ മേലെ നടിക്കാൻ വേണ്ടി ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ അത് മേലയിലുണ്ടായിരുന്നു. ആ വിമാസ് ട്രിപ്പിൻ്റെ ടോപ്പിലാണ് ചോദിച്ചാൽ ഗണ്ണൊക്കെ അങ്ങ് സെറ്റ് ആയിട്ട് അങ്ങ് കയറി ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഡാമേജ് ഒക്കെ തന്നെ. അപ്പോൾ ആ കാലമാടനെ കുറേ കൊല്ലാന്നൊക്കെ വെച്ച് പിന്നെ പറ്റിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ടീമേറ്റ് ആണെന്ന് അറിയില്ല, താഴത്തേക്ക് ഒരു പ്ലെയർ വന്നായിരുന്നു. അപ്പോൾ നോക്കിയില്ല ആ പ്ലെയറിന്റെ തല എന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് ഒക്കെ അടിച്ചിട്ടാണ് നോക്കാക്കിയിട്ട് അതും അങ്ങ് ഫിനിഷ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടീമേറ്റ് അടുത്തൊരു പ്ലെയർ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്ലെയർ നല്ല മൂവ്മെന്റ് ഒക്കെ ഇട്ടാണ് പെട്ടെന്ന് കൊല്ലുന്നൊക്കെ വെച്ച് ഫസ്റ്റ് ടൈം കുറേ ഡാമേജ് ഒക്കെ കൊടുത്തായിരുന്നു. പിന്നെ ആ പ്ലെയറിനെ അടിച്ച് നോക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ കളി ബൂയി അടിക്കാണ്ട് എന്തായാലും പോവില്ല. പിന്നെ ഇവിടെ ഒരു പ്ലെയറെ സ്പോട്ട് ചെയ്ത് ആ പ്ലെയറിനെ അടിച്ച് കൊന്നിട്ടാണ് ആ ടീമിനെ അങ്ങ് ഫുള്ളായിട്ട് വൈപ്പാക്കി വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ ലെങ്ത് ആവണ കാരണം ബാക്കിയൊക്കെ പാർട്ട് 2 കാണാൻ എന്തായാലും ബൂയി അടിക്കാണ്ട് പോവില്ല. അപ്പോൾ എന്തായാലും ആ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ആയിക്കോ. അപ്പോൾ ശരി എന്നാൽ.